മോർ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീട്ടിലെ ചപ്പാത്തിയൊക്കെ രാവിലെ ഉണ്ടാക്കി ബാക്കി വരുമ്പോൾ അത് നമ്മൾ കളയാതെ നമുക്ക് വൈകിട്ട് നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കാം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇത് രാവിലെ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി വന്ന ചപ്പാത്തിയുണ്ട്. ഒരു 4 എണ്ണം ഉണ്ട്. ഈ ചപ്പാത്തി അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പോൾ എടുത്തതാണ്. ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്കിത് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഫുൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചത് കാരണം കുറച്ച് അരിയാൻ പാടായിരുന്നു. ഞാനപ്പോൾ ഒന്ന് കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിഞ്ഞ് നോക്കി, ശരിയായില്ല. അപ്പോൾ ഫുള്ളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ലപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഒരു സവാള ചോപ്പ് ചെയ്തെടുത്താണ്, 2 തക്കാളി, പിന്നെ ഈ സവാളയുടെ ഒപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക്. അപ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കപ്പോൾ സവാളയും ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വേപ്പിലയും കൂടി ഇട്ടായിരുന്നു. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ആ തക്കാളിയും കൂടി നല്ലപോലെ ഒന്ന് വാടി വരട്ടെ. അപ്പോൾ നമ്മുടെ എല്ലാം വാടി വന്നിട്ടുണ്ട്. നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഗരം മസാല, മീറ്റ് മസാല, ഇതെല്ലാം കൂടി നല്ലപോലെ ഇട്ടൊന്ന് ഇളക്കിയെടുക്കാം. പച്ച മണം ഒന്ന് മാറട്ടെ. 1 സ്പൂൺ മല്ലിപ്പൊടി, ലേശം കുരുമുളക് പൊടി, ഇതും കൂടി ഇട്ടാണ്, ഞാൻ മറന്നു പോയത്. പിന്നെ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ മസാല ഒരു അരികിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നടുക്കായിട്ട് നമുക്കൊരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിപ്പോൾ മുട്ട എടുത്തുവെന്നേ ഉള്ളൂ. നമുക്ക് ചിക്കനോ എന്താണെന്ന് വെച്ചെടുക്കാം. ആ മുട്ട ഇട്ടിട്ട് ഉടനെ ഇളക്കരുത്. ഇപ്പോൾ നമ്മൾ ആ മുട്ട ഇട്ടിട്ട് 2 മിനിറ്റായി. നമുക്കിനി ഒന്ന് ഇളക്കി കൊടുക്കാം. തീ നല്ലപോലെ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ആ മുട്ടയും കൂടി ഒന്ന് കുക്കായി വരട്ടെ. നമ്മുടെ മുട്ടയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം കേട്ടോ. അപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ പാകത്തിനാണ്. അപ്പോൾ ഇത് മതി. പിന്നെ നമ്മുടെ ചപ്പാത്തി ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇടുവാണെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ല. അപ്പോൾ ഞാൻ മല്ലിയില ഇട്ടില്ല കാരണം. നമ്മുടെ ഇവിടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. സ്കൂളും കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള വെറൈറ്റിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ബാക്കി നമുക്ക് അച്ചൂസ് വരുമ്പോൾ നോക്കാം. അച്ചൂസ് കഴിച്ചിട്ട് എന്താണ് അച്ചുവിൻ്റെ അഭിപ്രായം പറയണമെന്ന് നോക്കാം. അച്ചിക്കുട്ട ടേസ്റ്റ് ചെയ്ത് നോക്കാം. അച്ചിക്കുട്ടൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ടേസ്റ്റ് ചെയ്തോ. എങ്ങനെയുണ്ട് അച്ചു? എന്തോ അത് ഇഷ്ടപ്പെട്ടോ? രാവിലത്തെ ചപ്പാത്തി കൊണ്ടൊരു സ്നാക്സ് ഉണ്ടാക്കിയതാ. ഇഷ്ടപ്പെട്ടോ?